ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമ. സുഭാഷിതം. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം ശ്രീകൃഷ്ണം വന്ദേ ജഗദ്ഗുരും. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം 12 സ്കന്ധങ്ങളിൽ 335 അധ്യായങ്ങളുള്ള ഈ പുണ്യപുരാണത്തിൽ വിഷ്ണു ഭഗവാന്റെ പല അവതാരങ്ങളും വർണ്ണിച്ചിട്ടുണ്ട്. എന്നാൽ ശ്രീകൃഷ്ണ അവതാര കഥകൾക്കാണ് അതിൽ ഏറ്റവും പ്രാധാന്യം. 10-ാം സ്കന്ധവും 11-ാം സ്കന്ധവും ശ്രീകൃഷ്ണ കഥകൾക്ക് മാത്രമായി നീക്കിവെച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ അവതാരത്തിലെ ജീവിത കഥകളെല്ലാം 90 അധ്യായമുള്ള 10-ാം സ്കന്ധത്തിൽ വിസ്തരിച്ച് വർണ്ണിച്ചിട്ടുമുണ്ട്. ജ്ഞാനോപദേശ പ്രധാനമായ 11-ാം സ്കന്ധത്തിൽ കഥയായിട്ട് ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണ കഥ മാത്രമേ ഉള്ളൂ. അത് ആ സ്കന്ധത്തിൻ്റെ ഒടുവിൽ 31-ാം അധ്യായത്തിലാണ് വർണ്ണിച്ചിട്ടുള്ളത്. 10-ാം സ്കന്ധത്തിൽ പകുതിയോളം ഭാഗം, അതായത് 90-ൽ 44 അധ്യായവും മരണഭയം ബാധിച്ച കംസൻ്റെ പലതരത്തിലുള്ള ഹീനകൃത്യങ്ങളെ പ്രകാശിപ്പിക്കുന്നു. അതുകൊണ്ട് ഭാഗവതത്തിലെ പ്രധാന നായകൻ ദേവകീനന്ദനായ ശ്രീകൃഷ്ണനും പ്രതിനായകന്മാരിൽ മുഖ്യൻ ശ്രീകൃഷ്ണൻ്റെ അമ്മയുടെ ജ്യേഷ്ഠനായ കംസനുമാണ് എന്ന് ഇവിടെ ചുരുക്കത്തിൽ ഒന്ന് അറിയിക്കുന്നു. ശ്രീ വസുദേവൻ ദേവകിയെ വിവാഹം ചെയ്ത് ഗൃഹത്തിലേക്ക് യാത്ര പുറപ്പെട്ടപ്പോൾ ദേവകിയുടെ ജ്യേഷ്ഠനായ കംസൻ തന്നെ തേർതെളിക്കാൻ തയ്യാറായി. കാളന്തി നദിയുടെ തീരത്തിലുള്ള മധുരാപുരിയാണ് പ്രധാന കഥാരംഗം. ഉഗ്രസേനനായിരുന്നു അന്ന് അവിടെ രാജാവായി വിരാജിച്ചിരുന്നത്. എന്നാൽ ഭരണം നടത്തിപ്പോന്നിരുന്നത് ഉഗ്രസേനപുത്രനായ കംസൻ ആയിരുന്നു താനും. ഉഗ്രസേനൻ വെറും സാക്ഷി മാത്രം. ഉഗ്രസേനന് ദേവകൻ എന്നൊരു അനുജനും ഉണ്ട്. ദേവകൻ്റെ 7ാമത്തെ മകളാണ് വധുവായിട്ടുള്ള ദേവകി. അടുത്തുള്ള ഒരു സാമന്ത രാജാവായ ശൂരൻ്റെ പുത്രനാണ് വരൻ വസുദേവൻ. കംസൻ്റെ ഇളയച്ഛൻ അദ്ദേഹത്തിൻ്റെ മകളായ ദേവകിയുടെ വിവാഹം കഴിഞ്ഞ് വരനോടൊപ്പം ഗൃഹപ്രവേശത്തിനുള്ള പുറപ്പാട് ആണ് രംഗം. സഹോദരി ദേവകിയിലുള്ള സ്നേഹാധിക്യത്താൽ താൻ തന്നെയാണ് തേർ തെളിക്കുന്നതെന്ന് പറഞ്ഞ് കംസൻ തേരിൽ കയറി സൈന്യസമേതനായി വാദ്യഘോഷങ്ങളോടുകൂടി പുറപ്പെട്ടു പോകുന്ന വഴിക്ക് പെട്ടെന്നൊരു അശരീരി വാക്ക് കേൾക്കാനിടയായി കംസന്. കംസ, നിൻ്റെ ഈ സഹോദരി പ്രസവിച്ചുണ്ടാകുന്ന 8ാമത്തെ പുത്രൻ്റെ കൈകൊണ്ടായിരിക്കും നിൻ്റെ മരണമെന്നായിരുന്നു ആ ശബ്ദം. മരണഭയം ബാധിച്ച കംസൻ ഉടൻ ചാടി എഴുന്നേറ്റു. വാളൂരി ദേവകിയെ വധിക്കാൻ ഒരുമ്പെട്ടു. ഇവിടെ മുതൽക്കാണ് ഭാഗവതത്തിൽ കംസൻ്റെ കഥ തുടങ്ങുന്നത്. പൂർവകഥകളെക്കുറിച്ച് നിസ്സാരമായ ചില സൂചനകൾ അല്ലാതെ കാര്യമായിട്ടൊന്നും ഭാഗവതത്തിൽ ഇല്ലതാനും. കംസൻ ഒരു സ്വേച്ഛാധിപതിയാണെന്നും അച്ഛനായ ഉഗ്രസേനയിൽ നിന്ന് രാജ്യഭാരം പിടിച്ചെടുത്തതാണെന്നും ഭാഗവതത്തിൽ നിന്നും മനസ്സിലാക്കാം. പണ്ട് പാലാഴിമഥനം കഴിഞ്ഞ ഉടനെ നടന്ന ദേവാസുര യുദ്ധത്തിൽ വിഷ്ണുവിനാൽ വധിക്കപ്പെട്ട കാലനേമി എന്ന അസുരശ്രേഷ്ഠനാണ് കംസനായി ജനിച്ചിട്ടുള്ളത്. ഏത് കഠിനകൃത്യങ്ങളും ചെയ്യാൻ തയ്യാറുള്ള കുറേ ദുഷ്ടന്മാർ കംസൻ്റെ കീഴിൽ ഉണ്ടായിരുന്നു. 20,800 രാജാക്കന്മാരെ പിടിച്ച് കാരാഗൃഹത്തിൽ അടച്ചിട്ടുള്ള ജരാസന്ധൻ്റെ
അസ്ഥി പ്രാപ്തി എന്ന് പേര് ഉള്ള 2 പെൺമക്കളെയാണ് കംസൻ വിവാഹം ചെയ്തിട്ടുള്ളതെന്നും ഭാഗവതം വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ പ്രബലന്മാരായ പല രാജാക്കന്മാരുടെയും പിൻബലം കംസൻ ഉണ്ടെന്നുള്ള കാര്യവും വ്യക്തമാണ്. എന്നാൽ കംസന്റെ ജനനം, ബാല്യകാലം, വിദ്യാഭ്യാസം, ജരാസന്ധൻ, അസ്ഥിപ്രാപ്തികളെ കംസന് കൊടുക്കാനുണ്ടായ സാഹചര്യം, രാജ്യഭരണം, അച്ഛനിൽ നിന്ന് പിടിച്ചെടുത്ത് അധികാരം കയ്യേറുവാൻ ഉണ്ടായ കാരണം മുതലായ കാര്യങ്ങളൊന്നും അത്ര വ്യക്തമായി ഭാഗവതത്തിൽ പ്രതിപാദിച്ചിട്ടുമില്ല. രാമായണത്തിലാണെങ്കിൽ രാവണൻ്റെ കഥ തുടങ്ങുന്നത് സീതാപഹരണം മുതൽക്കാണ്. അതേവരെയുള്ള രാവണൻ്റെ പൂർവ്വകഥ ഉത്തരാകാണ്ഡത്തിൽ വിവരിച്ചിട്ട് ഉണ്ട് താനും. അത് മനസ്സിലായാലേ രാമൻ്റെ വീര്യവും വേണ്ടത്ര തെളിയുകയുള്ളൂ. അതുപോലെ കംസൻ്റെ പൂർവ്വകഥകൾ മനസ്സിലായാലേ കൃഷ്ണാവതാരത്തിനുള്ള സാഹചര്യം എന്തെന്ന് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. കംസൻ്റെ ബലവും പ്രതാപങ്ങളും മനസ്സിലാക്കാൻ ഏതാണ്ട് നമുക്ക് ഒന്ന് ശ്രമിക്കുകയാണ് ഇന്നത്തെ ഈ ഭാഷിതത്തിലൂടെ ആഗ്രഹിക്കുന്നത്. കംസൻ്റെ ജനനത്തെക്കുറിച്ച് അല്പാൽപ്പം വ്യത്യാസത്തോടു കൂടിയ ഒരു കഥ 3 കൃതികളിൽ നമുക്ക് ലഭ്യമാണ്. ഒന്ന്, കംസൻ അക്രൂരനെ അമ്പാടിയിലേക്ക് അയക്കുന്ന സന്ദർഭത്തിൽ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഭാഗവതം കിളിപ്പാട്ടിലും, രണ്ടാമത് നങ്ങിയാർകൂത്തിൻ്റെ ആട്ടപ്രകാരത്തിലും, മൂന്നാമത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ കംസൻ എന്ന ഖണ്ഡകാവ്യത്തിലും. ഉഗ്രസേനൻ്റെ പുത്രനല്ല ദ്രുമളൻ എന്ന ഒരു അസുര രാജാവിൻ്റെ പുത്രനാണ് കംസൻ എന്നും, ഗന്ധർവ രാജാവായിരുന്നു ദ്രുമളൻ എന്നാണ് തുഞ്ചത്തെഴുത്തച്ഛൻ പറയുന്നത്. ദ്രുമളാസുരന് ഗന്ധർവത്വവും ഉണ്ടായിരുന്നുവെന്ന് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും ഒടുവിൽ പറയുന്നുണ്ട്. കംസൻ്റെ വിദ്യാഭ്യാസാദികൾ നങ്ങിയാർകൂത്തിൻ്റെ ആട്ടപ്രകാരത്തിലും കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ കംസൻ എന്ന ഖണ്ഡകാവ്യത്തിലും വർണ്ണിക്കുന്നുണ്ട്. കംസൻ്റെ ദിഗ്ജയം ഏറ്റവും വിസ്തരിച്ച് വർണ്ണിച്ചിട്ടുള്ളത് കംസകാവൃത്തിലാണ്. ഗർഗഭാഗവതത്തിലും കംസ ദിഗ്ജയം സാമാന്യം വിസ്തരിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. അത് രണ്ടും വായിച്ചാലേ കംസനെ ശരിക്കും മനസ്സിലാവുകയുള്ളൂ. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കംസകാവ്യത്തിൻ്റെ ഇതിവൃത്തം ഏത് പുരാണത്തിൽ നിന്നാണ് എടുത്തതെന്ന് തീരെ മനസ്സിലാവുന്നില്ല. ഉഗ്രസേനൻ്റെ പത്നിയിൽ ഉഗ്രസേനൻ്റെ രൂപം ധരിച്ചു ചെന്ന മായാവിയായ ദ്രുമളന് ജനിച്ച പുത്രനാണ് കംസൻ എന്ന് ഭാഗവതത്തിൽ നിന്നും വ്യക്തമാണ്. ഈ 3 കൃതികളിലും കംസനെപ്പറ്റി പറഞ്ഞിട്ടുള്ള കാര്യമാണ് സംബന്ധമായി നമുക്ക് എന്തെങ്കിലും അറിയുവാനുള്ള മാർഗം. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ കംസൻ എന്ന 304 ശ്ലോകമുള്ള കാവ്യത്തിൽ കൂടുതൽ വ്യക്തമായി വിവരിച്ചിട്ടുള്ളതാണ് ആധാരം. കംസൻ്റെ പൂർവ്വകഥ ഇവിടെ നമുക്ക് ഒന്ന് പരിശോധിക്കാം, സംഗ്രഹിക്കാം. കംസനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കലാണ് ഈ ചെയ്യുന്നത്. പ്രസിദ്ധമായ മധുരാപുരിയിൽ ഉഗ്രസേനൻ എന്ന രാജാവ് രാജ്യഭരണം നടത്തുന്ന കാലം ഒരിക്കൽ അദ്ദേഹം നായാട്ടിന് പോയി. സന്ധ്യയാവുമ്പോഴേക്ക് ഭർത്താവ് വരുമെന്ന് കരുതി ഉഗ്രസേന പത്നി സന്ധ്യയ്ക്ക് മുമ്പ് പൂന്തോട്ടത്തിൽ ചെന്ന് പൂക്കളിറുത്ത് സഞ്ചരിക്കുന്ന സമയം വിമാനസഞ്ചാരിയും മായാവിയും ദീപവൈഭവവും ഉള്ള ദ്രുമൺ എന്ന അസുര രാജാവ് ആ സുന്ദരിയെ കണ്ട് കാമപരവശനായി തീരുകയും ദിവ്യദൃഷ്ടിയാൽ ഉഗ്രസേനൻ്റെ പത്നിയാണ് അതെന്ന് മനസ്സിലാക്കുകയും ഉഗ്രസേനൻ നായാട്ടിന് പോയിരിക്കുകയാണെന്നും അറിഞ്ഞുകൊണ്ട് ആ അസുരൻ മായാവിദ്യ ഉപയോഗിച്ച് ഉഗ്രസേന രൂപം ധരിച്ച് ഉഗ്രസേന പത്നിയെ സമീപിച്ചു. അത് തൻ്റെ ഭർത്താവ് തന്നെയാണെന്ന് ആ സ്വാധി തെറ്റിദ്ധരിക്കുകയും അസുരനെ ശുശ്രൂഷിക്കുകയും തൻ്റെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞപ്പോൾ അസുരൻ വാസ്തവം തുറന്നു പറയുകയുമാണ് ഉണ്ടായത്.
സുന്ദരി, ഞാൻ മായ കൊണ്ട് നിന്റെ ഭർത്താവിൻ്റെ രൂപം ധരിച്ചു വന്ന ഒരസുരനാണ്. എന്നിൽ നിന്ന് നീ ഗർഭം ധരിച്ചിരിക്കുന്നു. നിനക്ക് വീര്യവാനായൊരു പുത്രൻ ജനിക്കും. കാലനേമി എന്ന അസുരനാണ് നിന്റെ പുത്രനായി ജനിക്കാൻ പോകുന്നത്. ആ പുത്രൻ വളരെ പ്രസിദ്ധനും മഹാപരാക്രമിയുമായി തീരും. അവൻ്റെ മരുമകനായി ജനിക്കുവാൻ പോകുന്ന വിഷ്ണു ഭഗവാൻ അവനെ വധിക്കുകയും ചെയ്യും. അതോടെ അവന് മുക്തിയും ലഭിക്കും. അസുരൻ്റെ ഈ വാക്ക് കേട്ട ഉഗ്രസേന പത്നി വളരെ സങ്കടത്തിലായി. ഒന്നും പറയാതെ നിന്നു. അസുരൻ വീണ്ടും പറഞ്ഞു, നീ ഒട്ടും സങ്കടപ്പെടണ്ട, ഗൃഹത്തിലേക്ക് മടങ്ങിക്കൊള്ളൂ. ഞാൻ ഒരു കൗശലം പറഞ്ഞു തരാം. ഞാൻ എൻ്റെ യോഗശക്തി കൊണ്ട് നിനക്ക് വേഗത്തിൽ ഗർഭം പൂർണ്ണമാക്കാനും ഇഷ്ടം പോലെ പ്രസവിക്കുവാനുമുള്ള കഴിവ് നൽകാം. മറ്റാരെയും ഇതറിയിക്കേണ്ട. ഇങ്ങനെ അനുഗ്രഹിച്ച് അയാൾ വിമാനത്തിൽ കയറി യാത്ര പോവുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഭാഗവതത്തിൽ എഴുത്തച്ഛൻ പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞ് തൻ്റെ ഭർത്താവ് ഇതല്ല എന്ന് അവർക്ക് സ്വയം ബോധ്യപ്പെടുകയും അങ്ങനെയാണെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ വംശത്തിൽപ്പെട്ട ഒരു കുട്ടിയാൽ എൻ്റെ വയറ്റിൽ ഇപ്പോൾ രൂപം കൊണ്ട ഇവന് നാശം സംഭവിക്കുമെന്ന് അമ്മ തന്നെ സ്വയം തെറ്റിൽ നിന്നുണ്ടായ മകനെ ശപിച്ചതായും പറയുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അസുരൻ്റെ ഈ വാക്ക് കേട്ട ഉഗ്രസേന പത്നി വളരെ സങ്കടത്തിലായി. ഉഗ്രസേന പത്നിക്ക് അല്പം ആശ്വാസം തോന്നി. വീണ്ടും അസുരൻ്റെ വാക്കുകൾ. അവർ ഗൃഹത്തിലെത്തി. ഉടനെ ഗർഭം പൂർണ്ണമായി പ്രസവിച്ചു. സൗന്ദര്യവും ചൈതന്യവും തികഞ്ഞ നല്ലൊരു കുട്ടി വേഗത്തിലൊരു കംസപാത്രത്തിൽ, ഓട്ടുപാത്രത്തിൽ കിടത്തി അടച്ച് ആ ഉണ്ണിയെ കാളന്തി നദിയിൽ ഒഴുക്കി. അങ്ങനെ ആ രാജ്ഞി തൻ്റെ ഗർഭവും പ്രസവവും ആരെയും അറിയിക്കാതെ രക്ഷപ്പെടുകയും ചെയ്തു. ആ കംസപാത്രം കാളന്തി ജലത്തിൽ താഴാതെ ഒഴുകി ഒഴുകി ശൂരസേന രാജ്യത്ത് എത്തി. അവിടെയുള്ള ബലഭദ്രൻ എന്നു പേരുള്ള വൈശ്യന് കാളന്തി നദിയുടെ തീരത്തിൽ ചെല്ലുവാനും ഒഴുകി വരുന്ന ആ കംസപാത്രം കാണുവാനും ഇടയായി. അത് പിടിച്ചെടുത്ത് തുറന്നു നോക്കിയപ്പോൾ അതിൽ തേജസ്സുള്ള ഒരു ഉണ്ണി ചിരിച്ചു കിടക്കുന്നത് കണ്ടു. ബലഭദ്രന് വളരെ സന്തോഷമായി. കംസപാത്രത്തിൽ നിന്ന് കുട്ടിയെ എടുക്കുകയും ആ ഉണ്ണിയെ കംസപാത്രത്തിൽ നിന്ന് കിട്ടിയതുകൊണ്ട് കംസൻ എന്ന് ആ കുട്ടിക്ക് പേരിട്ട് ദൈവം തന്ന പുത്രനാണെന്ന് കരുതി നന്നായി വളർത്തി വരികയും ചെയ്തു. ഒരിക്കൽ ബലഭദ്രൻ തൻ്റെ ഇഷ്ട സുഹൃത്തായ വസുദേവനെ കാണാൻ പോയപ്പോൾ ഒപ്പം 5 വയസ്സായ ഈ കംസക്കുട്ടിയും ഉണ്ടായിരുന്നു. ശൂരസേന രാജാവിൻ്റെ പുത്രനാണ് വസുദേവൻ. അദ്ദേഹം യുവരാജാവുമാണ്. ബലഭദ്രൻ്റെ കൂടെ ബാലനായ കംസനെ കണ്ടപ്പോൾ കൗതുകം തോന്നുകയും അന്വേഷിച്ചപ്പോൾ പുഴയിലൊഴുകി വന്ന കംസപാത്രത്തിൽ നിന്ന് ലഭിച്ച ബാലനാണ് അതെന്ന് ബലഭദ്രൻ പറയുകയും കുലമഹിമയുള്ളൊരു ബാലനാണതെന്ന് തോന്നുകയാൽ വസുദേവൻ ബലഭദ്രനോട് പറഞ്ഞു, ഈ ബാലൻ ഇവിടെ എൻ്റെ കൂടെ നിൽക്കട്ടെ. നല്ലൊരു കുലത്തിൽ പിറന്ന ബാലനാണെന്ന് കാഴ്ചയിൽ തോന്നുന്നതുകൊണ്ട് വിദ്യാഭ്യാസവും മറ്റും നൽകി ഞാൻ ഇവനെ നല്ല നിലയിൽ വളർത്തി വലുതാക്കിക്കൊള്ളാം എന്ന് വസുദേവർ ബലഭദ്രനോട് പറഞ്ഞത് ബലഭദ്രൻ സമ്മതിച്ചു. അങ്ങനെ കംസൻ്റെ താമസം വസുദേവൻ്റെ കൂടെ ആവുകയും വിദ്യാഭ്യാസം തുടങ്ങി ക്രമത്തിൽ ശസ്ത്രങ്ങളിലും ശാസ്ത്രങ്ങളിലും ആയുധവിദ്യകളിലും വളരെ വിദഗ്ധനായിത്തീരുകയും കാഴ്ചയിൽ ആജാനുബാഹുവും അസാമാന്യമായ ദേഹശക്തിയുള്ളവനും തികഞ്ഞ പരാക്രമം നടത്തുന്നവനും അങ്ങനെ വസുദേവൻ്റെ കൂടെ ഉത്സാഹത്തിൽ കംസൻ കഴിഞ്ഞ് വളർന്ന് വന്നു. വസുദേവന് എപ്പോഴും കംസൻ അടുത്ത് വേണം താനും എന്ന നിലയിലായി അവരുടെ സ്നേഹബന്ധം. ക്രമത്തിൽ വസുദേവൻ്റെ സാരഥിയായി കംസൻ. ഒടുവിൽ വസുദേവൻ്റെ തുല്യനിലയും കംസന് ലഭിച്ചു. അതിനിടയിൽ കംസൻ്റെ വളർത്തച്ഛനായ ബലഭദ്രൻ ചരമഗതി അടയുകയും ചെയ്തു. അക്കാലത്ത് മഗധ രാജ്യത്തെ രാജാവായിരുന്നു ജരാസന്ധൻ. ബൃഹദ്രഥ മഹാരാജാവിന് സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന കാലത്ത്
അഗസ്ത്യമഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് സങ്കടപ്പെടുമ്പോൾ ശിഷ്യന്മാർ കൊടുത്ത ഒരു പഴം കഴിച്ച് ജരാസന്ധ ഭാര്യ ബൃഹദ്രഥ ഭാര്യ ഗർഭിണിയാവുകയും ജരാസന്ധൻ എന്ന പുത്രൻ ജനിക്കുകയും ചെയ്തു. പക്ഷെ പ്രസവിച്ചത് 2 മാംസകഷ്ണങ്ങളായിരുന്നു. അവ ഒന്ന് തലതിരിഞ്ഞ് ആയിരുന്നു പ്രസവിച്ചത്. ഈ മാംസകഷ്ണങ്ങളെ എടുത്ത് കളയുകയും ജര എന്ന പിശാചി തൻ്റെ ഭക്ഷണമാക്കി ഇതിനെ നേരെ പിടിച്ച് കൂട്ടിച്ചേർത്ത് കടിക്കാനൊരുങ്ങുമ്പോൾ ജീവൻ വെക്കുകയും ജര സന്ധിച്ചതുകൊണ്ട് ജരാസന്ധൻ എന്ന പേരിന് അർഹനാവുകയും ചെയ്തു. ആ ജരാസന്ധൻ ബൃഹദ്രഥന് ശേഷം മഗധയുടെ രാജാവായി തീരുകയും ചെയ്തു. വെട്ടിപ്പിടിച്ചും തട്ടിപ്പറിച്ചും ഓരോ രാജ്യത്ത് ചെന്ന് അവിടെയുള്ള യുവരാജാക്കന്മാരെ പിടിച്ചുകെട്ടി കാരാഗൃഹത്തിലിട്ടും ചക്രവർത്തിയായി സ്വയം അദ്ദേഹം ചമഞ്ഞു. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള രാജാക്കന്മാരോട് കപ്പം പിരിക്കുവാൻ രാജപുരുഷന്മാർ ചെന്നപ്പോൾ സുരാഷ്ട്ര രാജ്യത്തെ രാജാവായിരുന്ന വീരസിംഹൻ കപ്പം കൊടുത്തില്ല. അപ്പോൾ ജരാസന്ധൻ ശൂരസേന രാജാവിന് ഒരു കൽപ്പന കൊടുത്തു. ശത്രുവിനെ പോലെ പെരുമാറുന്ന സുരാഷ്ട്ര രാജാവായ വീരസിംഹനെ പരാക്രമം കൊണ്ട് പിടിച്ചടക്കിത്തരണം. അങ്ങനെ തന്നാൽ എൻ്റെ 2 പുത്രിമാരെയും ഇഷ്ടപ്പെട്ട ഒരു രാജ്യവും തരാം എന്ന് മഗധ രാജാവ് കത്ത് കൊടുത്തയച്ചു. പ്രലോഭനം നൽകുന്ന ഈ കൽപ്പന കിട്ടിയപ്പോൾ ശൂരസേന രാജാവ് തൻ്റെ മകനായ വസുദേവനെ അതിന് നിയോഗിച്ചു. കംസനെ സാരഥിയാക്കി വസുദേവൻ വീരസിംഹന് നേരെ യുദ്ധത്തിന് ചെല്ലുകയും തേരിൽ ഒറ്റയ്ക്ക് ചെന്ന വസുദേവനെ വീരസിംഹൻ സൈന്യവുമായി വന്നെതിർക്കുകയും 2 തേരാളികളും തമ്മിൽ ഏറ്റുമുട്ടി അതിനിടയിൽ കംസൻ വീരസിംഹനെ പിടിച്ച് കീഴടക്കി തൻ്റെ തേരിലെ കൊടിമരത്തിൽ കെട്ടിയിടുകയും ചെയ്തു. ജയഘോഷം മുഴക്കി വസുദേവൻ മടങ്ങി. അച്ഛൻ്റെ സമ്മതത്തോടുകൂടി വീരസിംഹനെയും കൊണ്ട് ജരാസന്ധൻ്റെ രാജധാനിയിലേക്ക് യാത്രയായി. വഴിക്ക് വെച്ച് വസുദേവൻ നാരദനുമായി കണ്ടുമുട്ടി. നാരദൻ വസുദേവൻ്റെ ചെവിയിൽ സ്വകാര്യമായി പറഞ്ഞു, അങ്ങ് ജരാസന്ധൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യരുത്. അവരുടെ ഭർത്താവ് വംശം നശിപ്പിക്കുന്നവനായി തീരും. ജാതകം വളരെ ചീത്തയാണ് എന്ന് നാരദ മഹർഷി രഹസ്യമായി വസുദേവനെ അറിയിച്ചു. വസുദേവൻ വിനീതനായി പറഞ്ഞു, എൻ്റെ സാരഥി കംസനാണ് വീരസിംഹനെ പിടിച്ചു കെട്ടിയത്. ഇയാൾക്ക് പ്രബലനായ ആ രാജാവിൻ്റെ ബന്ധുത്വം കിട്ടിക്കൊള്ളട്ടെ. വംശവും അച്ഛനും അമ്മയും ഒന്നുമില്ലാത്ത ഇയാൾക്ക് സ്ത്രീ ജാതകദോഷം ഫലിക്കയില്ല എന്ന് മറുപടിയും കൊടുത്തു വസുദേവർ നാരദർക്ക്. വസുദേവൻ്റെ മര്യാദയും സ്നേഹവും കലർന്ന വാക്ക് കേട്ട് സന്തോഷിച്ച് നാരദൻ കംസനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് ചില നല്ല വാക്കുകൾ പറഞ്ഞ് യാത്രയാവുകയും ചെയ്തു. വസുദേവൻ മഗധ രാജധാനിയിൽ ചെന്ന് വീരസിംഹനെ കെട്ടഴിച്ച് ജരാസന്ധന് കാഴ്ചവെക്കുകയും ജരാസന്ധൻ സന്തോഷിച്ച് മുമ്പ് പറഞ്ഞ പ്രകാരം വസുദേവൻ്റെ വാക്കനുസരിച്ച് കംസന് തൻ്റെ 2 മക്കളെയും വിവാഹം കഴിച്ചു കൊടുത്തു. ഏത് രാജ്യമാണ് വേണ്ടത്, ഞാൻ തരേണ്ടത് എന്ന് കംസനോട് ജരാസന്ധൻ ചോദിച്ചപ്പോൾ മധുരാപുരി കിട്ടുന്നതാണ് ഇഷ്ടമെന്ന് കംസൻ മറുപടിയും പറഞ്ഞു. ഇവിടെ നിന്ന് സൈന്യത്തോടുകൂടി പോയി യുദ്ധം ചെയ്ത് രാജ്യം പിടിച്ചടക്കിക്കൊള്ളുവാനും പറഞ്ഞു. സ്വന്തം വീര്യം പ്രകടിപ്പിക്കുവാനുള്ള അവസരമായി ഇത് ഏറ്റെടുത്തു കംസൻ. ജരാസന്ധൻ കൊടുത്തയച്ച ചെറിയ സൈന്യത്തോടുകൂടി ചെന്ന് മധുരാപുരി വളയുകയും മധുരയിലെ ഉഗ്രസേനനും യുദ്ധത്തിനൊരുങ്ങി വന്നപ്പോൾ നാരദൻ അവിടെയെത്തി ഉഗ്രസേനോടും പറഞ്ഞു, കംസൻ അങ്ങയുടെ പുത്രനാണ്, എതിർക്കേണ്ട, അങ്ങിനി സ്വസ്ഥനായിരുന്നോളൂ. യുവാവായ മകൻ രാജ്യം ഭരിക്കട്ടെ, അതാണ് നല്ലത്. ഇത് പറഞ്ഞ് സമ്മതിപ്പിച്ച് അവരെ യോജിപ്പിച്ച് നാരദൻ പറഞ്ഞതുപോലെ ഉഗ്രസേനൻ രാജ്യഭാരം കംസനെ ഏൽപ്പിച്ച് മകൻ്റെ ഭരണപാടവം കണ്ട് രസിച്ച് സുഖമായി കഴിഞ്ഞുകൂടി. എന്നാൽ കംസൻ ആദ്യമായി ചെയ്തത് വെള്ളത്തിൽ കംസപാത്രത്തിൽ ഒഴുകിപ്പോയിരുന്ന പിഞ്ചു ബാലനായ തന്നെ പിടിച്ചെടുത്ത് രക്ഷിച്ച ബലഭദ്രവൈശ്യൻ്റെ ബന്ധുക്കളെ ബഹുമാനിക്കുകയും അവർക്ക് ധനം കൊടുത്ത്
അവരുടെ കച്ചവടത്തിന് അഭിവൃദ്ധി വരം വിധം വേണ്ടതൊക്കെ ചെയ്യുകയുമാണ് ചെയ്തത്. അല്പകാലത്തിനുള്ളിൽ മധുരാപുരി സ്വർഗതുല്യമായി. ഭോജവംശത്തിൽ ഉൾപ്പെട്ട വിദർഭ രാജാവ് തുടങ്ങിയവർക്കും സ്നേഹം വർദ്ധിക്കത്തക്ക വിധം പല സഹായങ്ങളും കംസൻ ചെയ്തു കൊടുത്തു. ആദ്യത്തെ കംസൻ ധർമ്മനിഷ്ഠനായിരുന്നു, ഉപകാരസ്മരണ ഉള്ളവനായിരുന്നു. യദുവംശം ഉൾപ്പെടെയുള്ള സർവരുടെയും പ്രീതി സമ്പാദിക്കുകയും ചെയ്തു. എല്ലാ വിധത്തിലും കംസൻ കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ കീർത്തിമാനായി രാജ്യം വാണു തുടങ്ങി. അക്കാലത്ത് തെലുങ്ക് നാട്ടിൽ നിന്ന് ചാണൂരൻ, മുഷ്ടികൻ മുതലായ ചില മല്ലന്മാർ മധുരയിൽ വന്ന് ചേർന്നു. അവരുടെ ജോലി പല രാജ്യങ്ങളിലും ചെല്ലുക, അവിടെയുള്ള മല്ലന്മാരുമായി യുദ്ധം ചെയ്ത് ജയിച്ച് കീഴടക്കുക. ഈ ആഗ്രഹത്തിലാണ് ഇവർ മധുരയിലും എത്തിച്ചേർന്നത്. മധുരയിലുള്ള മല്ലന്മാരുമായി യുദ്ധം ചെയ്യുവാൻ വന്ന അവർ മല്ലയുദ്ധത്തിൽ തോറ്റാൽ ജയിച്ചവരുടെ ദാസ്യം സ്വീകരിച്ച് കീഴിൽ നിൽക്കണം എന്ന കരാറാണ് അവരെല്ലായിടത്തും പാലിക്കപ്പെടാറുള്ളത്. പല രാജ്യത്തെ മല്ലന്മാരും അവർക്ക് കീഴിലാവുകയും ഇവരുടെ ഭൃത്യരായി തീരുകയും അങ്ങനെ ഒരു പ്രബല സംഘം തന്നെ രൂപീകൃതമാവുകയും ചെയ്തിരുന്നു ആ കാലഘട്ടത്തിൽ. കംസൻ ഈ മല്ലന്മാരുടെ വരവ് അറിഞ്ഞു. മല്ലയുദ്ധത്തിൻ്റെ രംഗമൊരുക്കി. നാട്ടുകാരെല്ലാം കാണുവാൻ ഉള്ള സൗകര്യങ്ങൾ ഒരുക്കി. യുദ്ധം തുടങ്ങി. മധുരയിലുള്ള മല്ലന്മാരെ എല്ലാം ചാണൂരാദികൾ തോൽപ്പിച്ചു. കംസൻ ഇടപെട്ടു. കംസൻ ചാണൂരാദികളുമായി മല്ലയുദ്ധത്തിന് തയ്യാറായി. മുഷ്ടികനുമായിട്ടാണ് ആദ്യം കംസൻ മുഷ്ടിയുദ്ധം ചെയ്തത്. കുറച്ചു നേരത്തെ യുദ്ധത്തിന് ശേഷം മുഷ്ടികനെ പിടിച്ച് ഇടത്തുകൈയിൽ ഉയർത്തിപ്പിടിച്ച് ചാണൂരനെ മാടി വിളിച്ചു. ഒരു കൈയിൽ കിടന്ന് പിടയ്ക്കുകയാണ് മുഷ്ടികൻ. ചാണൂരൻ വന്ന് ഇടത്തുകാൽ കൊണ്ട് കംസൻ്റെ ചെകിട്ടത്ത് അടിക്കാൻ ഒരുങ്ങിയപ്പോൾ കംസൻ ചാണൂരനെ ഒരു ഉന്തിൽ നിലംപതിപ്പിച്ചു. എതിർക്കാൻ വന്ന എല്ലാ മല്ലന്മാരെയും തോൽപ്പിച്ചു, കീഴിലാക്കി. എതിർക്കാത്തവരെ വേണ്ടതൊക്കെ കൊടുത്ത് കീഴിൽ നിർത്തി. അങ്ങനെ വലിയൊരു മല്ല സൈന്യം മധുരയിൽ കംസൻ രൂപീകരിച്ചു. ഇനി രാജ്യഭരിതിയിലുള്ള കാട്ടിൽ മൃഗങ്ങളായും പക്ഷികളായും പാമ്പുകളായും വന്നു ജനിച്ച അസുരന്മാരായ അഘൻ പെരുമ്പാമ്പായിട്ട്, കേശി കുതിരയുടെ രൂപത്തിൽ, പൂതന പിശാചിൻ്റെ രൂപത്തിൽ, ബഗം കൊറ്റിയുടെ രൂപത്തിൽ ഇങ്ങനെയുള്ള ജന്തുക്കളെ വേട്ടയിൽ പിടിച്ചിട്ട് ഇണക്കി തൻ്റെ കാര്യങ്ങൾക്ക് കംസൻ ഉപയോഗപ്പെടുത്തി. ദേഹബലമുള്ള പ്രലംബൻ, വായുവിൻ്റെ ബലമുള്ള തൃണാവർത്തൻ, ഈ അസുരന്മാരെയും കംസൻ കരബലം കൊണ്ട് പിടിച്ചടക്കി തൻ്റെ കീഴിലാക്കി. ഇങ്ങനെ ദേഹബലവും സൈന്യബലവും വർദ്ധിപ്പിച്ചപ്പോൾ ഒരു ദിഗ്ജയം തന്നെ നടത്തണമെന്ന് കംസൻ ആഗ്രഹിച്ചു. വസുദേവനും അച്ഛൻ്റെ കൂട്ടുകാരനായ വസുദേവ പിതാവായ ശൂരസേനൻ, പിന്നെ അച്ഛനായ ഉഗ്രസേനൻ, അക്രൂരൻ എല്ലാവരോടും ഈ കാര്യം പറയുമ്പോൾ അവരെല്ലാം ആഗ്രഹത്തിന് പ്രോത്സാഹനം നൽകുകയും ചെയ്തു. ഭാര്യമാരുടെ അച്ഛനായ ജരാസന്ധൻ്റെയും അനുവാദം വാങ്ങിയിട്ടാണ് കംസൻ ദിഗ്ജയത്തിന് സാഹചര്യം ഒരുക്കപ്പെട്ടത്. ഈ ജൈത്രയാത്രയിൽ കംസൻ പല രാജാക്കന്മാരെയും ജയിച്ചു ബന്ധുക്കളാക്കി. ആരെയും പിണക്കാൻ നിന്നില്ല കംസൻ. അവന്തി, കാരുഷകം, ചേതി, കേകയം ഈ രാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് യദുക്കളുമായി ബന്ധുത്വം സ്ഥാപിപ്പിച്ചു. സഹോദരിയായ ദേവകിയെ വിവാഹം ചെയ്തു കൊടുത്ത് വസുദേവൻ്റെ ബന്ധുത്വം ഒന്നുകൂടി ഊട്ടിയുറപ്പിച്ചു. തന്നെ താനാക്കിയ വസുദേവരുമായി അങ്ങനെ കുടുംബ ബന്ധവും സ്ഥാപിച്ചു. കൗരവന്മാരെ ജയിക്കാൻ കംസൻ ഹസ്തിനാപുരത്തിലേക്ക് ചെന്നു. ഭീഷ്മർ ദീർഘവീക്ഷണത്തോടുകൂടി കംസനോട് പറഞ്ഞു, യാദവന്മാരും കൗരവന്മാരും തമ്മിൽ സഹോദരന്മാരാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ യുദ്ധം വേണ്ട. തമ്മിൽ സഹായിക്കേണ്ടവരാണ് നമ്മൾ. ഭീഷ്മരുടെ വാക്ക് കേട്ടപ്പോൾ കംസൻ യുദ്ധം കൂടാതെ മടങ്ങിപ്പോയി. തന്നെയുമല്ല, പാണ്ഡുവിനെ കൊണ്ട് വസുദേവ സഹോദരിയായ കുന്തിയെ വിവാഹം ചെയ്യിപ്പിക്കുവാൻ വേണ്ടുന്ന ഏർപ്പാടും ചെയ്തു.
ഭീഷ്മർ യാദവന്മാരും കൗരവന്മാരും തമ്മിൽ ബന്ധുത്വം ഊട്ടി ഉറപ്പിക്കുന്നതിന് അദ്ദേഹവും കൂട്ടുനിന്നു. ബലവാന്മാരായ കാംബോജ രാജാവും സിന്ധു രാജാവും സാൽവ രാജാവും മദ്ര രാജാവും ജരാസന്ധൻ്റെ മൈത്രി നിമിത്തം കംസന് കപ്പം കൊടുക്കാമെന്ന് ഏറ്റു. ഹിമാലയ പർവ്വതത്തിലുള്ള മഹാരാജാക്കന്മാരെ എല്ലാം ജയിച്ച് കിഴക്കോട്ട് ചെന്ന് കാമരൂപരാജ്യവും വാഴുന്ന നരകാസുരനോടും യുദ്ധത്തിന് ചെന്നപ്പോൾ കംസൻ വിവിധനെയും മുരാസുരനെയും യുദ്ധത്തിൽ പിടിച്ചു നിർത്തി നരകാസുരൻ്റെ സൈന്യത്തിലേക്ക് കുതിച്ചു കയറിയ സമയം കംസൻ്റെ യുദ്ധസാമർഥ്യം കണ്ട് സന്തോഷിച്ച നരകാസുരൻ നമ്മൾ തമ്മിൽ അലൂഹ്യം വേണ്ട, ലൂഹ്യം മതി എന്ന് പറയുകയും കംസനുമായി സ്നേഹബന്ധം ഉറപ്പിക്കുകയും ചെയ്തു. വിദേഹം, പാഞ്ചാലം, കാശി, കോസലം എന്ന രാജ്യങ്ങളിലെ രാജാക്കന്മാരെയും ജയിച്ച് കീഴടക്കി. ഇതിലും അത്ഭുതം, ശ്രീ മഹാദേവൻ കാവൽ നിൽക്കുന്ന ശോണിതപുരത്തിലേക്കാണ് പിന്നെ യുദ്ധത്തിന് കംസൻ പുറപ്പെട്ടത്. അവിടെ ചെന്ന സമയം മഹാദേവൻ്റെ കൽപ്പന അനുസരിച്ച് ബാണാസുരൻ എതിർക്കാതെ എതിരേറ്റ് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ കംസൻ്റെ സൗഹൃദം ബാണനുമായും ഉണ്ടായി. വസുദേവൻ പുത്രവിധി പ്രകാരം പൗണ്ഡ്രകയെ വിവാഹം ചെയ്ത വഴിക്ക് കംസൻ പൗണ്ഡ്രക വാസുദേവനെയും ബന്ധുവാക്കി. ഇങ്ങനെ രാജാക്കന്മാരെയെല്ലാം ജയിച്ച് ഗിരിവ്രജപുരത്തിലെത്തിയ ജാമാതാവായ കംസനെ ജരാസന്ധൻ സൈന്യത്തോടുകൂടി ചെന്ന് സ്വീകരിച്ചു. അതിനുശേഷം കംസൻ്റെ ശക്തിയൊന്ന് പരീക്ഷിക്കണമെന്ന് ജരാസന്ധൻ തീരുമാനിച്ചു. ജരാസന്ധന് 10,000 ആനയുടെ ബലമുള്ള ഒരാനയുണ്ടായിരുന്നു. കുവലയാപീഠമെന്നായിരുന്നു അതിൻ്റെ നാമം. തൻ്റെ ആനയും കംസനും തമ്മിലൊരു മൽപ്പിടുത്തത്തിന് ജരാസന്ധൻ ഏർപ്പാടാക്കി. കംസനും ആനയും തമ്മിൽ ശക്തി പരീക്ഷണം തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ കംസൻ കൈകൾ കൊണ്ട് ആനയുടെ കൊമ്പുകൾ പിടിച്ച് പിന്നിലേക്ക് തള്ളി ഒരു ഇരുത്തങ്ങിരുത്തി. ആന തിരിച്ചു വന്ന് തുമ്പിക്കൈ കൊണ്ട് പിടിച്ചെടുത്ത് പൊക്കി പിടിച്ചു. കംസൻ തുമ്പിക്കൈയിൽ നിന്നും കുതിറിച്ചാടി വാൽ പിടിച്ചു വലിച്ചു വട്ടം തിരിച്ചു മറിച്ചു വീഴ്ത്തി. ഈ അഭ്യാസ പാടവം കണ്ട് ജരാസന്ധൻ സന്തോഷിക്കുകയും കംസനെ അഭിനന്ദിക്കുകയും ഈ ആനയെ തന്നെ കംസന് സമ്മാനമായി കൊടുക്കുകയും ചെയ്തു. പിന്നെ കംസൻ കലിംഗ രാജാവിനെയും ചോള രാജാവിനെയും ജയിച്ചു. പാണ്ഡ്യരാജാവുമായി ഏറ്റുമുട്ടി യുദ്ധം നടന്നു. ഒടുവിൽ പാണ്ഡ്യരാജ്യവും കംസനുമായി സന്ധിയിലായി. കേരളത്തിലേക്ക് കംസൻ കടക്കുകയുണ്ടായില്ല. കാരണം സഹ്യാദ്രിയിൽ തപസ് ചെയ്യുന്ന ഒരു മഹർഷി ഉണ്ടായിരുന്നു, പരശുരാമൻ. പിന്നെ കംസൻ പോയത് പരശുരാമൻ്റെ അടുത്തേക്കാണ്. അദ്ദേഹത്തെ നമസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ ആധിപത്യമുള്ള മണ്ണിലേക്ക് കംസൻ പ്രവേശിച്ചില്ല. ക്ഷത്രിയ വംശം 21 വട്ടം നശിപ്പിച്ച പരശുരാമൻ്റെ അഭിനന്ദനം ലഭിച്ചാലേ തൻ്റെ ദിഗ്വിജയം പൂർണ്ണമാകുകയുള്ളൂ എന്ന് തോന്നുകയാൽ അത് നേടലായിരുന്നു കംസൻ്റെ ആ പെരുമാറ്റത്തിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം. കംസൻ പരശുരാമൻ്റെ അടുക്കൽ ചെന്ന് വിനയത്തോടുകൂടി അവിടുത്തെ വില്ലിൻ്റെ ചെറുഞാണലി അടിയനെ ഒന്ന് കേൾപ്പിക്കാമോ, അടിയൻ അതിനായി നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പരശുരാമൻ പറഞ്ഞു, ഞാൻ നാട്ടിലെ ആപത്തുകളെല്ലാം അകറ്റി വില്ലു വെച്ച് തപസ്സിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അത്യാവശ്യമാണെന്ന് വന്നാലേ ബ്രാഹ്മണൻ വില്ലെടുക്കാൻ പാടുള്ളൂ. അങ്ങയുടെ ശക്തി മനസ്സിലാക്കിയതിന് ശേഷം അത്യാവശ്യമാണെന്ന് കണ്ടാൽ ഞാൻ എൻ്റെ ശക്തി കാണിച്ചു തരാം. അന്ന് ഞാൻ ക്ഷത്രിയ നിഗ്രഹം ചെയ്തത് വിഷ്ണുവിൻ്റേതായ ഈ വില്ലുകൊണ്ടാണ്. ഞാനും രഘുരാമനും കുലയേറ്റിയത് ഈ വില്ലാണ്. മറ്റാർക്കും സാധിക്കാത്ത അക്കാര്യം ചെയ്യാമോ എന്ന് താൻ പരിശ്രമിച്ചു നോക്കൂ എന്ന് പരശുരാമൻ്റെ വാക്ക് കേട്ടപ്പോൾ കംസൻ വന്ദിച്ച് നമസ്കരിച്ച് വില്ല് വിനയത്തോടുകൂടി വാങ്ങി ഒരു പ്രയാസവും കൂടാതെ അത് കുലയേറ്റി. പരശുരാമന് സന്തോഷവും അത്ഭുതവും ഉണ്ടായി. അദ്ദേഹം ആലോചിച്ചിട്ട് കംസനോട് പറഞ്ഞു, കാലസ്ഥിതിയൊക്കെ മാറി. അങ്ങ് കാൽനേമി എന്ന അസുരനാണെന്ന് എനിക്ക് മനസ്സിലായി. തപോബലം കൊണ്ട് താൻ വിഷ്ണുവിൻ്റെ അനുഗ്രഹം ഒത്തിരി നേടിയ ആളാണ്. തൻ്റെ സ്വഭാവം ദുഷിക്കാനിടയുണ്ട്. സ്വഭാവം ദുഷിക്കരുത്. ഇങ്ങനെ പോയാൽ തനിക്ക് വിഷ്ണുവിൻ്റെ അനുഗ്രഹം കിട്ടും. അതല്ല,
താൻ ഈ നേടിയ നേട്ടത്തിൽ അഹങ്കരിക്കരുത്. താൻ ഈ നേടിയ നേട്ടത്തിൽ ഒത്തിരി പ്രാക്കുദോഷങ്ങൾ, ശാപദോഷങ്ങൾ പലരുടെയും താൻ ഇപ്പോൾ തന്നെ നേടിയിട്ടുണ്ട്. അതിന് പരിഹാരമായി ഇനി സൽക്കർമ്മങ്ങളും സജ്ജന ശുശ്രൂഷയുമാണ് ചെയ്യേണ്ടത് എന്ന് എല്ലാം പരശുരാമൻ ഉപദേശിച്ചു. പിന്നെ അദ്ദേഹം പറഞ്ഞു, പരശുരാമൻ പറഞ്ഞു, എനിക്ക് വിഷ്ണുവിൻ്റെ ഉണ്ടായിരുന്ന ശക്തി ഞാൻ രാമഭദ്രനെ ഏൽപ്പിച്ചു. ഇപ്പോൾ ഞാൻ സാധാരണ ഒരു സന്യാസി ഋഷിയാണ്. അക്കാര്യം ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ വളരെയധികം തപസ്സിൽ ഇരിക്കുന്ന സമയം ഒരു പരീക്ഷണത്തിന് ഞാനില്ല. നിനക്ക് എല്ലാ വിജയവും ഉണ്ടാവും. മഹാദേവൻ്റെ വില്ലിനേക്കാൾ മഹാത്മ്യമുള്ള ഈ വില്ല് നീ കൊണ്ടുപോയി രാജധാനിയിൽ വെച്ച് പൂജിച്ചു കൊള്ളുക. ഈ വില്ലിന് യാഗം ചെയ്യണം. അതിൻ്റെ സമ്പ്രദായം ഞാൻ ഉപദേശിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് വില്ല് പൂജിക്കുന്ന സമ്പ്രദായവും പരശുരാമൻ പറഞ്ഞു കൊടുത്തു. ഈ വില്ലിന് എന്തെങ്കിലും നാശം സംഭവിച്ചാൽ, ഈ വില്ലിൽ ഊറ്റം കൊണ്ട് അഹങ്കരിച്ചാൽ നിനക്ക് മരണം ഉറപ്പായിട്ട് വരും. ഇതിനെ നീ വേണ്ടവണ്ണം ഉപചരിച്ച് പൂജിച്ച് ധർമാർത്ഥകാമ മോക്ഷ സാധ്യത്തിനായി പരിശ്രമിച്ചാൽ നിനക്ക് വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ധാരാളമായിട്ടുണ്ടാകും എന്ന് ശ്രീ പരശുരാമസ്വാമി ഉപദേശിച്ച് അനുഗ്രഹിച്ച് അവിടെ നിന്ന് അതെല്ലാം വാങ്ങി കംസൻ ആനന്ദിച്ച് തൻ്റെ സൈന്യങ്ങളുമായി തിരിച്ചു വന്ന് കൂടിച്ചേരുകയും ചെയ്തു. പരശുരാമ ഭൂമിയായ കേരളത്തിൻ്റെ പ്രത്യേകത കണ്ടും പരശുരാമനുള്ള ബഹുമാന നിമിത്തവും കംസൻ ഇങ്ങോട്ട് കടക്കാതെ മറ്റു രാജാക്കന്മാരെയെല്ലാം കീഴടക്കി ഭാരത ഭൂഖണ്ഡത്തിലെ ദിഗ്വിജയം അവസാനിപ്പിച്ച് സ്വയം ചക്രവർത്തിയായി മാറുകയും ചെയ്തു. കംസന് വീണ്ടും മോഹം ഉടലെടുത്തു. കാരണം സമുദ്രത്തിൻ്റെ മറുകരയിലും ഹിമവാന് വടക്കമുള്ള രാജ്യങ്ങളെയും ജയിക്കുവാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടാവുകയും സ്വാൽബ്യനോടുകൂടി സൗഭ വിമാനത്തിൽ കയറി പുറപ്പെടുകയും കിംപുരുഷ ഭൂഖണ്ഡത്തിൽ ചെന്ന് ദ്രുമൻ എന്ന രാജാവിനെ തൻ്റെ പക്ഷത്തിൽ ചേർത്ത് കൈലാസത്തിൽ മഹാദേവൻ്റെ സുഹൃത്തായ വൈശ്രവണനെ ചെന്ന് കണ്ടപ്പോൾ വൈശ്രവണൻ പുഷ്പക വിമാനത്തിൽ എതിരേറ്റ് ചെന്ന് സ്വീകരിക്കുകയും കംസനെ ഗദായുദ്ധ രീതി പഠിപ്പിക്കുകയും ചെയ്തു. ഉത്തര കുരുപ്രദേശത്ത് ചെന്ന് അവിടെയുള്ള വീരന്മാരെയും പാട്ടിലാക്കി. ചീന രാജ്യത്തെ രാജാക്കന്മാരെയും ഗന്ധർവന്മാരെയും സിദ്ധന്മാരെയും യുദ്ധത്തിൽ തൻ്റെ മിത്രങ്ങളാക്കി യോജിപ്പിച്ചു. പേർഷ്യൻ രാജ്യമായ ബാബിലോണയിലെ യവന രാജാവ് വിമാനത്തിൽ സ്വാൽവനും കംസനും കൂടി ചെല്ലുന്നത് കണ്ട് അവരെ ബഹുമാനപൂർവ്വം സ്വീകരിച്ച് സൽക്കരിച്ചു. മനോഹരമായ രത്നകമ്പളം കംസന് സമ്മാനിക്കുകയും ചെയ്തു. കുറച്ചു ദിവസം യവന രാജാവുമൊത്ത് താമസത്തിന് ശേഷം സൗഭ വിമാനത്തിൽ ലങ്കയിലേക്ക് പുറപ്പെട്ടു. വിഭീഷണൻ ശാന്തസ്വഭാവന്മാരായ രാക്ഷസരോടുകൂടി കംസനെ സ്വീകരിച്ചു. പരശുരാമൻ അങ്ങയ്ക്ക് വില്ല് തന്ന കാര്യം ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ അങ്ങയ്ക്ക് ഇപ്പോൾ എന്തു ചെയ്തു തരണം എന്ന് വിഭീഷണൻ കംസനോട് സ്നേഹത്തോടുകൂടി ചോദിച്ചപ്പോൾ കംസൻ വിഭീഷണനോട് തൊഴുതു പറഞ്ഞു, ഞാൻ ദിഗ്ജയം വേണ്ട വിധം നിർവഹിച്ചു കഴിഞ്ഞു. പരശുരാമൻ ഉപദേശിച്ച വിധത്തിൽ ധനുർയാഗം എനിക്ക് ചെയ്യണമെന്നുണ്ട്. അതിന് എനിക്ക് ആഗ്രഹമുണ്ട്. വിഭീഷണൻ ഉടൻ തന്നെ മറുപടി കൊടുത്തു, ധനുർയാഗം നടത്തിക്കൊള്ളൂ. ആവശ്യമായി വരുന്ന ധനം എൻ്റെ കിങ്കരന്മാർ അങ്ങയ്ക്ക് അവിടെ എത്തിച്ചു തരും. അങ്ങ് മധുരയിലേക്ക് മടങ്ങിക്കൊള്ളൂ. സൗഭ വിമാനത്തിൽ തന്നെ കംസൻ മധുരയിലേക്ക് മടങ്ങുകയും ജരാസന്ധൻ മുതലായവരെ വരുത്തി ധനുർയാഗത്തിന് തയ്യാറാവുകയും വൈശ്രവണനും വിഭീഷണനും വളരെ ധനം കൊടുക്കുകയും മറ്റു രാജാക്കന്മാരും വേണ്ടുവോളം ധനം കാഴ്ചവെക്കുകയും ചെയ്തു. കംസൻ വിധിപ്രകാരം യജ്ഞത്തിന് ദീക്ഷിച്ചു. യാഗം ആരംഭിച്ചു. അസ്ഥിയും പ്രാപ്തിയും പത്നിമാരായ യജ്ഞത്തിൽ കംസനോടൊപ്പം പങ്കെടുത്തു. ബ്രാഹ്മണരും മഹർഷിമാരും രാജാക്കന്മാരും മറ്റുള്ള സജ്ജനങ്ങളും എല്ലാം യാഗത്തിന് ശ്രമക്കാരായി. വളരെ ഭംഗിയായി യാഗം നടന്നു. അക്കാര്യത്തിൽ യാദവന്മാരും വൃഷ്ണികളും ഭോജന്മാരും കീർത്തി നേടി. ഉഗ്രസേനനും വസുദേവനും അക്രൂരനും കൃതാർത്ഥരായി. ധനുർയാഗത്തിൽ സകല ദേവന്മാരും പ്രസാദിച്ചു. ആ രാജ്യത്ത് എല്ലാ വിധത്തിലും ഐശ്വര്യം വർദ്ധിച്ചു. ധനുർയാഗത്തിൻ്റെ ഫലമായി 12 കൊല്ലം ഇങ്ങനെ അവിടെ വളരെ സുഖം, ഐശ്വര്യം, അഭിവൃദ്ധി, ശാന്തി, സമാധാനം ഉണ്ടായി. അസ്ഥിപ്രാപ്തികളോടുകൂടി സന്തോഷമായി കഴിഞ്ഞുകൂടുന്ന കംസൻ തൻ്റെ
അച്ഛൻ്റെ സഹോദരൻ്റെ പുത്രിയായ ദേവകിയെ കൊടുത്ത് വസുദേവന് ബന്ധുത്വം ഉളവാക്കിയ കാര്യം നേരത്തെ പറഞ്ഞല്ലോ. ആ വിവാഹ സമയത്ത് സൗഹൃദം വർദ്ധിപ്പിക്കുവാൻ ആലോചിച്ചുകൊണ്ട് ആ വിവാഹം ശുഭമായി നടത്തിയ സമയം പട്ടണപ്രവേശത്തിന് തേതെളിക്കുവാൻ കംസൻ തന്നെ ഒരുങ്ങി. മുൻപ് ഈ കംസൻ അദ്ദേഹത്തിനെ ഇങ്ങനെ ആളാക്കിയ വസുദേവരുടെ സാരഥിയായിരുന്നു. ആ വസുദേവർക്ക് പെങ്ങളെ കൊടുത്തിട്ട് അവർ യാത്ര ചെയ്യുന്ന രഥത്തിൻ്റെ തേരാളിയായി കംസൻ തന്നെ വീണ്ടും ഒന്ന് പ്രത്യക്ഷപ്പെട്ടു. വസുദേവ ദമ്പതികളുടെ ഘോഷയാത്രയിൽ ആണ് അശരീരി വാക്ക് കേൾക്കുവാനിടയായത്. ഈ ദേവകിയുടെ 8ാമത്തെ പുത്രൻ കംസ നിന്നെ വധിക്കും. കംസൻ കോപിച്ചു, വാളൂരി ദേവകിയെ വധിക്കാൻ മുതിർന്നു. വസുദേവൻ എന്തൊക്കെ പറഞ്ഞു തടഞ്ഞിട്ടും കംസൻ പിന്മാറിയില്ല. ഒടുവിൽ പിറക്കുന്ന കുട്ടികളെയെല്ലാം പ്രസവിച്ച ഉടനെ തന്നെ കംസന് കൊണ്ടുപോയി കൊടുത്തുകൊള്ളാമെന്ന് വസുദേവർ പ്രതിജ്ഞ ചെയ്തപ്പോൾ കംസൻ കഷ്ടിച്ച് സമ്മതിച്ച് ദേവകി വസുദേവന്മാരെ രാജധാനി വിട്ടു പോകരുതെന്ന വ്യവസ്ഥയിൽ അവിടെ തന്നെ ഒരു ഗൃഹത്തിൽ താമസിപ്പിച്ചു. നോക്കട്ടെ, കംസന് അധികാരവും പദവിയും എല്ലാം കിട്ടി. ഇതുവരെ മാന്യനും നല്ലവനായിരുന്ന കംസൻ, ആ കംസന് മരണഭയം ഉണ്ടായപ്പോൾ കംസൻ്റെ സ്വഭാവം മാറി. എല്ലാവരും ഇന്നത്തെ ആനുകാലിക കാര്യവുമായിട്ട് കൂട്ടി വായിച്ചുകൊള്ളുക. ആദ്യത്തെ മകനെ വസുദേവൻ കരാർ അനുസരിച്ച് കംസന് കൊണ്ടുപോയി കൊടുത്തു. ദയ തോന്നി അതിനെ കൊല്ലാതെ തിരിച്ച് വസുദേവന് ഏൽപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ 6 പ്രസവിച്ചു. ഒരു ദിവസം കംസൻ രാജധാനിയിൽ ഇരിക്കെ നാരദ മഹർഷി അവിടെ എഴുന്നള്ളി, പല അസുരന്മാരും രാജാക്കന്മാരുമായി ഇവിടെ ജനിച്ചിട്ടുണ്ട്. കാലനേമി എന്നീ അസുരനാണ് നിങ്ങൾ. പല ദേവന്മാരും ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. മഹാവിഷ്ണു അങ്ങയെ കൊല്ലാൻ മനുഷ്യനായി ജനിക്കാൻ ഉറച്ചിരിക്കുന്നു. നാരദൻ്റെ വാക്ക് കേട്ടപ്പോൾ കംസൻ്റെ സ്വഭാവം ആകെ മാറി. അസുരാംശജന്മാരായി ജനിച്ച തൻ്റെ കൂട്ടുകാർക്ക് ബലം വർദ്ധിപ്പിക്കുവാനും ദേവസ്വഭാവമുള്ള സാധുക്കളെ ദ്രോഹിക്കുവാനും തീരുമാനിച്ചു. 12 കൊല്ലം കൂടുമ്പോൾ നടത്തേണ്ടതായ ധനുർയാഗം മുടക്കി. അതോടുകൂടി പരശുരാമ ഋഷിയുടെ വാക്ക് കംസൻ തെറ്റിച്ചു. അന്നു മുതൽ കംസന് ദുരിതം ഒന്നൊന്നായി വന്നു തുടങ്ങുകയും ചെയ്തു. നമ്മുടെയെല്ലാം കുടുംബത്തിന് പാരമ്പര്യമായി ചില അനുഷ്ഠാന ആചാരങ്ങൾ പണ്ടുള്ളവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതവർ ആവും വിധം ചെയ്തു പോന്നിരുന്നു. അതിൻ്റേതായ ഐശ്വര്യങ്ങളും എല്ലാ കുടുംബങ്ങൾക്കും ഉണ്ടായിരുന്നു. പിന്നീട് വന്ന തലമുറ അതിൽ വിശ്വാസം നഷ്ടപ്പെടുത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ ദൈവാധീന കുറവ് കൊണ്ട് അതൊക്കെ വേണ്ടെന്ന് വെക്കുകയോ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ പല പഴയ കുടുംബങ്ങൾക്കും നാശം സംഭവിച്ചത് നമ്മളിവിടെ ഓർക്കണം. 12 കൊല്ലം കൂടുമ്പോൾ നടത്തേണ്ടതായ ധന്യയാഗം കംസൻ മുടക്കി. നല്ലവരെയൊക്കെ നാട്ടിൽ നിന്ന് പതുക്കെ പതുക്കെ അകറ്റാൻ തുടങ്ങി. കാരണം കംസൻ ചെയ്യുന്ന എല്ലാ അഹങ്കാര കർമ്മങ്ങളും അധർമ്മങ്ങളും, എന്താ കംസ അങ്ങേക്ക് പറ്റിയത്, നല്ലവനായിരുന്നല്ലോ, എന്തു പറ്റി എന്ന് ആരെങ്കിലും എവിടെയെങ്കിലും സംസാരിച്ചാൽ അവരൊക്കെ കംസൻ്റെ ശത്രുക്കളായി മാറി. ദുഷ്ടന്മാരോട് കൂടുതൽ കംസൻ അടുക്കാൻ തുടങ്ങി. സജ്ജന ശ്രേഷ്ഠനായ വസുദേവൻ്റെ 6 മക്കളെയും കല്ലിലടിച്ച് കൊല്ലുകയും ചെയ്തു. വസുദേവൻ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ കംസനെ ഭയന്ന് പല ദിക്കിലും ഒളിവിൽ താമസിക്കാൻ അയച്ചു. എന്നാൽ അക്രൂരന് ഗത്യന്തരമില്ലാതെ കംസൻ്റെ മന്ത്രിപ്പടിയിൽ തുടരേണ്ടി വന്നു. കംസ സേവ കൂടാതെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ വന്നു. എന്തോ രാജ്യദ്രോഹം പറഞ്ഞു വെന്ന കുറ്റം ചുമത്തി ഏറ്റവും നല്ലവനായ സത്യകനെ കുടുംബസമേതം നാടുകടത്തി കംസൻ. സത്യകൻ കൗരവന്മാരുടെ കൂടെ ചെന്ന് കൂടുകയും ചെയ്തു. സത്രാജിത്ത് എന്തോ ഗുണദോഷം പറഞ്ഞതിനാൽ മുഷിഞ്ഞ് ആ സുഹൃത്തിനെ അട്ടിപ്പായിച്ചു. സത്രാജിത്ത് പോയി സൂര്യനെ ഭജിക്കാൻ തുടങ്ങി. സുധന്വാവ് അധർമ്മ പ്രവൃത്തികളിൽ കംസന് സഹായം നിന്നു. മനുഷ്യദ്രോഹം ചെയ്തുകൊണ്ടിരുന്നു.
ഹിഡുംബൻ, കൃമീരൻ, ബഗൻ മുതലായവരെ ക്ഷണിച്ചു വരുത്തി ആ ദുഷ്ടന്മാരെ ഉറപ്പിച്ച കൂട്ടുകാരാക്കി. നല്ലവർക്ക് ഇരിക്കപ്പുറത്ത് കെട്ട് നാട് വിട്ടു പോവാൻ തുടങ്ങി. ജാതകദോഷമുള്ള ജരാസന്ധപുത്രിമാരെ വിവാഹം ചെയ്തതിൻ്റെ ഫലം കംസൻ ഓരോന്നായി കണ്ടു തുടങ്ങി. ദേവകി പ്രസവിച്ച 6 കുട്ടികളെയും കൊന്നപ്പോൾ അവരൊക്കെ അസുരാംശമുള്ളവരായിരുന്നു. ദൈവാംശമാണെന്ന സംശയത്തിലാണ് കംസൻ ആ നിരപരാധികളെ കൊന്നത്. ദേവകിയുടെ 7ാം ഗർഭം രോഹിണിയിലേക്ക് പകർന്ന് രോഹിണി നന്ദഗ്രഹത്തിൽ ആണ് പ്രസവിച്ചത്. 8ാമത് ദേവകി കാരാഗ്രഹത്തിൽ രാത്രി പ്രസവിക്കുകയും ആ കുഞ്ഞ് നന്ദഗ്രഹത്തിൽ എത്തുകയും അവിടെ ജനിച്ച പെൺകുട്ടി കാരാഗ്രഹത്തിൽ എത്തുകയും ദേവകി പെറ്റുവെന്ന് കേട്ട് പാഞ്ഞു വന്ന കംസൻ ആ പെൺകിടാവിൻ്റെ കാൽ പിടിച്ച് തൂക്കിയെടുത്ത പാറമേൽ അടിക്കുവാൻ മുതിർന്നപ്പോൾ ആ പെൺകുട്ടി കംസൻ്റെ കയ്യിൽ നിന്നും കുതറിത്തെറിച്ച് ആകാശത്തേക്ക് ഉയർന്ന് ദിവ്യരൂപം ധരിച്ച്, എടാ, എന്നെ കൊല്ലാൻ വേണ്ടിയാണെങ്കിലും നീ എൻ്റെ കാലിൽ പിടിച്ചതുകൊണ്ട് തൽക്കാലം നിന്നെ ഞാൻ കൊല്ലുന്നില്ല എന്ന് ഭീഷണിപ്പെടുത്തുകയും നിന്റെ അന്തകൻ ഒരു ദിക്കിൽ ജനിച്ചു വളരുന്നുണ്ട്, സൂക്ഷിച്ച് നടന്നുകൊള്ളുക പറഞ്ഞ് ദേവി മറയുകയും ഈ അത്ഭുത വാക്ക് ആ കംസനെ അമ്പരപ്പെടുത്തി. കംസൻ്റെ എല്ലാ ശക്തികളും ചോർന്നു തുടങ്ങി. കംസൻ്റെ എല്ലാ ദുഷ്ടക്കൂട്ടുകളും കംസന് യാതൊരു വിധത്തിലും സംരക്ഷ കിട്ടുകയില്ല എന്ന് കംസന് തന്നെ ബോധ്യമായി. കംസൻ അവിടെ മുതൽ ചിന്ത തുടങ്ങി. കംസപാത്രത്തിലെ ജനനവും എടുത്തു വളർത്തിയ ബലഭദ്രൻ മുതലും വസുദേവരുടെ വീട്ടിൽ വന്നപ്പോൾ മുതൽ തനിക്ക് കിട്ടിയ സംരക്ഷണവും വസുദേവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ വളർന്നു വലുതാക്കാൻ സഹായിച്ചതും അങ്ങനെ വളർന്ന് അസ്ഥിപ്രാപ്തിമാരെ കല്യാണം കഴിച്ചതും എല്ലാവരുമായിട്ട് സന്ധി ചെയ്ത് എല്ലാത്തിൻ്റെയും സ്നേഹവും എല്ലാ നന്മകളും എല്ലാവരും ആദരിക്കുന്നവനായി പരശുരാമ മഹർഷിയുടെ വരെ അനുഗ്രഹം കിട്ടിയ തൻ്റെ നല്ല ജീവിതം കംസൻ ഓർത്തു. പക്ഷേ അതെല്ലാം മനസ്സിൽ നിന്ന് തെറിപ്പിച്ച് കളഞ്ഞ് എന്നെ കൊല്ലാൻ വന്നവനെ കൊല്ലണം, എന്നെ കൊല്ലാൻ ജനിച്ചവനെ കൊല്ലണം എന്ന് കംസന് അതിനോട് ശത്രുത മുഴുത്ത്, അതിനോട് വിരാഗത ഉദ്ദേശിക്കുന്ന ആത്മീയ വിരാഗതയല്ലാതെ അത് മുഴുത്ത് കംസൻ എപ്പോഴും ആ കൊല്ലാൻ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനോട് ദേഷ്യവും കോപവും ശത്രുതയുമായി കണ്ട് ഓരോ നിമിഷവും കംസൻ മുന്നോട്ട് തള്ളി നീക്കി. താൻ അസത്യമായ അശരീരി വാക്ക് കേട്ട് വിശ്വസിച്ച് ചെയ്തിട്ടുള്ള തെറ്റുകളെല്ലാം ക്ഷമിക്കണമെന്ന് ഒരു നിമിഷം മനസ്സിൽ പ്രായശ്ചിത്തബോധമുണ്ടായ കംസൻ ദേവകി വസുദേവന്മാരോട് ചെന്ന് അപേക്ഷിക്കുകയുമുണ്ടായി. എന്നാൽ അടുത്ത നിമിഷം തന്നെ പ്രലംബാദികളായ ദുഷ്ടന്മാരോട് കൂടി ആലോചിച്ചപ്പോൾ കംസൻ വീണ്ടും കൂടുതൽ ക്രൂരനായി. ആ പ്രദേശത്ത് അറിവിൽപ്പെട്ട രാജ്യങ്ങളിൽ എവിടെയെങ്കിലും കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ അവരെയെല്ലാം കൊല്ലാൻ ഏർപ്പാടാക്കി പൂതനാദികൾക്ക് കൽപ്പന കൊടുത്തു. തന്നെ കൊല്ലുവാൻ ജനിച്ചിട്ടുള്ള വിഷ്ണുവും അതിൽപ്പെട്ട് മരിക്കണമെന്ന് വിചാരിച്ചു കംസൻ. അങ്ങനെ വിഷ്ണുവിനോടും വിഷ്ണു അംശന്മാരോടും വിഷ്ണു ഭക്തരോടും സർജനങ്ങളോടും മനസ്സുകൊണ്ട് കംസൻ ശത്രുവായി ഭവിച്ചു. ആ കാലഘട്ടത്തിലാണ് മഹാവിഷ്ണുവിൻ്റെ കൃഷ്ണ അവതാര രൂപം അമ്പാടിയിൽ വന്നു തുടങ്ങിയത്. വസുദേവൻ്റെ 2 മക്കൾ അമ്പാടിയിൽ വളരാൻ തുടങ്ങി. രോഹിണി പെറ്റ ഒരുണ്ണിയും യശോദാദേവി പെറ്റ ഒരുണ്ണിയും. ബലഭദ്രനും ബലരാമനെന്നുമാണ് ഒരാൾക്ക് പേർ. കൃഷ്ണനെന്നും മുകുന്ദനെന്നും രണ്ടാമത്തെ ആൾക്ക് പേർ. വേഷം മാറി ഓരോ അസുരന്മാർ ഈ കുഞ്ഞുങ്ങളെ കൊന്നു നടക്കുന്ന കൂട്ടത്തിൽ പൂതന എന്ന സ്ത്രീ മുല കൊടുത്ത് കൊല്ലുവാനായി വരികയും കൊടുങ്കാറ്റായി ചെന്ന് എടുത്ത് പറന്ന തൃണാവർത്തനും വണ്ടിയുടെ രൂപത്തിൽ ചെന്ന് ആക്രമിച്ച ശകടാസുരനെയുമൊക്കെ ഈ കൃഷ്ണരൂപം ഉണ്ണിക്കണ്ണൻ അവരെയൊക്കെ വധിച്ചു. രാമകൃഷ്ണന്മാർ മറ്റ് ഗോപപാലന്മാരോടുകൂടി പശുക്കുട്ടികളെ മേയിച്ച് നടക്കുന്ന കാലത്ത് പശുപാലാസുരൻ വന്ന് എതിർത്ത് ചത്തു. കൊറ്റിയായി ചെന്ന് കൊത്തി വിഴുങ്ങിയ ബകാസുരനും പെരുമ്പാമ്പായി വന്ന് വിഴുങ്ങിയ അഘാസുരനും കൃഷ്ണൻ്റെ കയ്യാൽ കൊല്ലപ്പെട്ടു. ഗോവർദ്ധന യജ്ഞം ചെയ്ത് ദേവേന്ദ്രൻ്റെ ഗർവമടക്കി
ഗോവർദ്ധനം കുടയാക്കി പിടിച്ചു. ഗോകുലം സംരക്ഷിച്ചു. വ്യോമാസുരനെ കൊന്നു. പ്രലംബനെ ബലഭദ്രൻ കൊന്നു. കഴുതയായി വന്ന ധേനുകനെയും ബലഭദ്രൻ കൊന്നു. കാളയായി വന്ന അരിഷ്ടാസുരനെയും കുതിരയായി വന്ന കേശിയെയും ശ്രീകൃഷ്ണ ഭഗവാൻ വധിച്ചു. കംസൻ അയച്ച ഈ അസുരന്മാരെല്ലാം മരിച്ചതായി കംസൻ അറിഞ്ഞു. അതോടുകൂടി വിഷ്ണു ഭയം കൂടുതൽ വർദ്ധിച്ചു. തൻ്റെ ശക്തി ഒന്നൊന്നായി ചോർന്നു പോകുന്നതായി മനസ്സിലാക്കി. എന്നാലും വിട്ടില്ല. വീണ്ടും പൂർവാധികം ക്രൂരനായി ഭവിച്ചു. പലതരത്തിലുള്ള ആപത്തുകൾ അവിടെ കാണാൻ തുടങ്ങി. മുടങ്ങിക്കിടക്കുന്ന ധനുര്യാഗമൊന്ന് നടത്തിയാൽ രക്ഷപ്പെടാമോ എന്ന് മനസ്സിലൊരു തോന്നലും ഉണ്ടായി. ആദ്യം വേണ്ടെന്ന് വെച്ചു, പിന്നെ നടത്താൻ തീരുമാനിച്ചു. അതിന് ശത്രുമിത്ര ഭേദം കൂടാതെ എല്ലാവരെയും ക്ഷണിക്കാനും തീരുമാനിച്ചു. അക്കൂട്ടത്തിൽ താൻ അയക്കുന്ന മുഴുവൻ അസുരന്മാരെയും കൊല്ലുന്ന ഒരു കുട്ടിയുണ്ടല്ലോ, അതിനെ കൂടി ധന്യാഗത്തിൽ വിളിച്ചു വരുത്തിയാലോ? എന്തെങ്കിലും തരത്തിൽ തൻ്റെ എല്ലാ ശക്തികളും നിക്ഷേപിച്ചിട്ടുള്ള തൻ്റെ കൂട്ടുകാരെല്ലാം വിചാരിച്ചിട്ടും കൊല്ലാൻ പറ്റാത്ത ആ കുട്ടിയെ ഒന്ന് കൊല്ലാൻ ഇതൊരു മാർഗമാക്കിയാലോ എന്ന് തീരുമാനിച്ചു. നോക്കണേ, ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടി നടത്തപ്പെടുന്ന പൂജയിലും ശത്രുവിനെ കൊല്ലാനൊരു അവസരം കണ്ടെത്തുന്നു ക്രൂരബുദ്ധികൾ. അതല്ലേ ഇന്ന് സൽക്കർമ്മങ്ങൾ നടക്കുന്നിടത്ത് പലയിടത്തും ചെന്ന് നോക്കിയാൽ ആരെങ്കിലും ഒരാൾ വഴക്കുണ്ടാക്കാൻ അവിടെ കാണുന്നതായിട്ട് കാണാറില്ലേ? അപ്പോൾ കംസൻ്റെ പിൻഗാമികൾ ഇന്നും ഉണ്ട്. ശ്രീകൃഷ്ണാദികളെ ഇല്ലാതാക്കുവാൻ അക്രൂരനെ സ്വകാര്യമായി വിളിച്ചു കംസൻ. താൻ എൻ്റെ തേരുമായി ചെന്ന് നന്ദഗോപരുടെ മക്കളെ ധനുര്യാഗത്തിന് കൂട്ടിക്കൊണ്ടുവരണം. ബലഭദ്രനും കൃഷ്ണനും അനന്തനും വിഷ്ണുവുമാണെന്ന് തോന്നുന്നു. നല്ല വാക്ക് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നാൽ ഏത് വിധത്തിലെങ്കിലും അവരെ വധിക്കാം. ആനയെ കൊണ്ട് കുത്തിച്ചോ മല്ലന്മാരെ കൊണ്ട് അടിച്ചുപ്പിച്ചോ അവരെ കൊല്ലാം. രാമകൃഷ്ണന്മാർ അവരെയും ജയിച്ചാൽ അവർ വന്ന് എന്നെയും വധിച്ചേക്കും. ധനുര്യാഗം തുടങ്ങിയാൽ അത് കൂടാതെ കഴിക്കാം. അപ്പോൾ മനുഷ്യരാരും പിന്നെ ഇവിടെ എന്നെ കൊല്ലാനും വരികയില്ല. അക്രൂരൻ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. തേരിൽ ചെന്ന് അമ്പാടിയിൽ രാമകൃഷ്ണന്മാരെ കണ്ടു വന്നിച്ച് രാത്രിയിൽ അവിടെ വർത്തമാനം പറഞ്ഞ് കഴിച്ചുകൂട്ടുകയും രാവിലെ രാമകൃഷ്ണന്മാർ അക്രൂരനോടുകൂടി നന്ദാദി ഗോപന്മാരൊന്നിച്ച് മധുരയിലേക്ക് യാത്ര പുറപ്പെടുകയും ഗോപന്മാരെല്ലാം കാളവണ്ടികളിൽ തൈർക്കുടവും മറ്റ് ആഹാരപദാർത്ഥങ്ങളുമായി അകമ്പടി സേവിക്കുകയും മധുരയിൽ ഗോപുരത്തിലെത്തിയപ്പോൾ അക്രൂരനെ കംസൻ്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചു. പുരിക്കകത്ത് സഞ്ചരിക്കുമ്പോൾ വെളുത്ത വസ്ത്രങ്ങളുമായി വരുന്ന വസ്ത്രക്കാരനെ കാണാൻ വസ്ത്രം ചോദിച്ചപ്പോൾ കൊടുക്കാതെ വന്നപ്പോൾ അയാളെ വധിച്ചു. കുറിക്കൂട്ട് കൊടുക്കുക കൂനിയായ സൈരന്ധ്രിയെ കൂന കെട്ടി സുന്ദരിയാക്കി. മാലാകാരൻ കൊടുത്ത മാലയണിഞ്ഞു. ഉടുപ്പ് കൊടുത്ത തുന്നാരന് മുക്തി നൽകി. നഗരം കണ്ട് മടങ്ങുമ്പോൾ യാഗശാലയിൽ കടന്നു എന്ന് പൂജിച്ചു വച്ചിരുന്ന വില്ലെടുത്ത് വലിച്ച് വില്ല് മുറിഞ്ഞു. കാവൽക്കാർ വന്ന് എതിർത്തു. അവരെ വില്ലിൻ്റെ തണ്ടുകൊണ്ട് രാമകൃഷ്ണന്മാർ കൊന്നു. മടങ്ങി വന്ന് അന്ന് രാത്രി രാമകൃഷ്ണന്മാർ അവിടെ പുരിയ ഉദ്യാനത്തിൽ തന്നെ കഴിച്ചുകൂട്ടി. വില്ല് മുറിഞ്ഞ വർത്തമാനം അറിഞ്ഞപ്പോൾ കംസൻ്റെ ഹൃദയത്തിലാകെ ഇരുട്ട് കടന്നുകൂടി. ആ വില്ലിന് എന്തെങ്കിലും കേടുപറ്റിയാൽ അന്ന് നിനക്ക് മരണം വരുമെന്നുള്ള പരശുരാമവാക്യം. കംസൻ രാത്രി ഉറക്കമുണ്ടായില്ല. നാളെ രാമകൃഷ്ണന്മാരെ ആനയെക്കൊണ്ട് കുത്തിക്കൊല്ലിക്കണം, അല്ലെങ്കിൽ മല്ലന്മാരെ കൊണ്ട് വധിപ്പിക്കണം, അതുമല്ലെങ്കിൽ നേരിട്ട് കൊല്ലണം. ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച കംസൻ ഇതാ ഇവിടെ തളർന്നിരിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കൂ. ചെറുപ്പകാലം മുതൽ ആദ്യം ഒത്തിരി ധർമ്മങ്ങൾ ചെയ്ത് ഒക്കെ ആയിക്കഴിഞ്ഞ് ധനം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അധർമ്മികളായി മാറുക, പിന്നെ ഗുണ്ടാസംഘത്തിനെ കൂട്ടുകൂടിക്കുക, എല്ലാം വെട്ടിപ്പിടിക്കുന്ന ഒത്തിരി ആൾക്കാർ അവസാനം ജയിലിൽ പോകുന്നത് കാണാൻ നമുക്ക് സാധിക്കും. കംസനെ ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. കംസൻ നോക്കുന്നതെല്ലാം ഭയമുള്ള അവസ്ഥയിലേക്കായി. കംസൻ ഊണില്ല, ഉറക്കമില്ല. കംസൻ്റെ ആ രാത്രിയാണ് കാളരാത്രി എന്ന് വിളിക്കുന്നത്. രാത്രിയിൽ ഇരുന്നും വിചാരിച്ചും കിടന്നും എഴുന്നേറ്റും നടന്നും കഴിച്ചുകൂട്ടി. ഇടയ്ക്കൊന്ന് കണ്ണടയുമ്പോൾ ചില പേടി സ്വപ്നങ്ങളും കണ്ടു. രാവിലെ ക്ഷീണിതനായ കംസൻ എഴുന്നേറ്റ് യാതൊരു ഉന്മേഷവുമില്ലാതെ മല്ലയുദ്ധത്തിന് ഏർപ്പാട് ചെയ്തു. അതിനുള്ള പെരുമ്പറ മുഴക്കിച്ചു. ജനങ്ങൾ കൂടി. രാമകൃഷ്ണന്മാർ
കുളി ഭക്ഷണാദികൾ കഴിച്ച് മല്ലയുദ്ധം കാണാൻ പുറപ്പെട്ടു. മല്ലരംഗത്തേക്ക് കടക്കുവാനുള്ള വഴിയിൽ വലിയൊരു ആന നിൽക്കുന്നു. ആനയെ മാറ്റാൻ ആനക്കാരനോട് ആവശ്യപ്പെട്ടു. ആനയെ മാറ്റിയില്ലെന്ന് മാത്രമല്ല, പാപ്പൻ ആനയെ പ്രകോപിപ്പിച്ച് ഈ കുഞ്ഞുങ്ങളെ കുത്തിക്കൊല്ലുവാനായിട്ട് നിയോഗിച്ചു. ഭഗവാന്റെ നേരെ കുതിച്ചു ആന. ഭഗവാൻ മസ്തകത്തിലടിച്ച് ആനയെ കൊന്ന് കൊമ്പുകൾ പറിച്ചെടുത്ത് പാപ്പന്മാരെയും കൊന്ന് മല്ലരംഗത്തിലേക്ക് വേർപ്പ് പടിഞ്ഞ മുഖശോഭയോടുകൂടി കടന്നു ചെന്നു. ചാണൂരിനോടും ബലഭദ്രൻ മുഷ്ടികനോടും എതിർത്തു. മല്ലയുദ്ധം തുടങ്ങി. ക്രമത്തിൽ യുദ്ധത്തിൽ ശക്തി കൂടി. ഒടുവിൽ ചാണൂര മുഷ്ടികന്മാരുടെ കഥയും കഴിഞ്ഞു. മറ്റു മല്ലന്മാരെയും വധിച്ചു. ആകെ ഒരു ബഹളം. കംസൻ ഇരിക്കുന്ന മഞ്ചത്തിലേക്ക് ഭഗവാൻ ചാടിയിറങ്ങി. കംസനെ പിടിച്ച് കീഴോട്ട് തള്ളി. കംസന് കയ്യും കാലും അനങ്ങിയില്ല. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച കംസൻ്റെ കയ്യും കാലും വിറങ്ങലിച്ചു പോയി. കുറച്ചു നേരത്തെ ആ പ്രതിരോധത്തിന് ശേഷം കംസനും മൃതിയടഞ്ഞു. ഇതാണ് കംസകഥയുടെ സംഗ്രഹം. മരണഭയം ബാധിക്കുന്നതുവരെ കംസനെ സ്നേഹസമ്പന്നനും ശക്തനുമായൊരു ഭരണകർത്താവായിട്ടാണ് ഈ കാവ്യത്തിൽ ചിത്രീകരിച്ച് മനസ്സിലായിട്ടുള്ളത്. ദിഗ്ജയം ഇതിലെ പോലെ സാമാന്യം വിസ്തരിച്ച് തന്നെ ഗർഗഭാഗവതത്തിൽ വർണ്ണിച്ച് കാണുന്നുണ്ട്. ജരാസന്ധൻ്റെ കുവലയാപീഠമെന്ന ഗജരാജനെ ശരീരശക്തി കൊണ്ട് ജയിച്ചു കംസൻ. പരശുരാമനെ സന്തോഷിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ വില്ലും കരസ്ഥമാക്കി. അപ്പം ഇങ്ങനെയുള്ള കംസന് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പതനം വന്നതെന്ന് ആലോചിക്കൂ. വസുദേവരും കുറേ കാലം കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു. എന്താണ്? കംസന് വേണ്ടി ചിലരെ വസുദേവരും കാരാഗ്രഹത്തിൽ അടച്ചു. അപ്പം ദുഷ്ടനെ കൂട്ടുപിടിച്ചു. ദുഷ്ടനാണെന്നറിയാതെ കംസനെ എടുത്തു വളർത്തി. അതിൻ്റെ ദുഃഖം വസുദേവരും അനുഭവിച്ചു. മഹാവിഷ്ണുവിനോട് പരശുരാമൻ്റെ ഉപദേശപ്രകാരം കൂടുതൽ അനുഗ്രഹം നേടേണ്ടതിന് പകരം തനിക്കെല്ലാം തികഞ്ഞുവെന്നും തനിക്കിനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നും കംസൻ ചിന്തിച്ചു. നമ്മൾ കംസൻ്റെ മുഴുവൻ ചരിത്രവും കേട്ടുവെന്ന് വിചാരിച്ചുകൊള്ളൂ. എന്നാൽ ഈ കംസൻ ആരാണ്? നമ്മുടെ ഉള്ളിൽ കംസൻ ഇല്ലേ? ജരാസന്ധൻ ഇല്ലേ? ആരാണ് കംസൻ? കംസൻ്റെ ഭാര്യമാരായ അസ്ഥിയും പ്രാപ്തിയും നമ്മളുമായി വല്ല ബന്ധമുണ്ടോ എന്നുകൂടി നമുക്കൊന്ന് ചിന്തിക്കാം. രജോഗുണമെന്ന്, തമോഗുണമെന്ന്, സത്വഗുണമെന്ന് 3 സ്വഭാവഗുണങ്ങൾ എല്ലാവർക്കുമുണ്ട്. അതിൽ രജോഗുണത്തിലെ കംസൻ എന്നൊന്ന് ചിന്തിക്കൂ. രജോഗുണം നമ്മളിലുണ്ടായാൽ രജോഗുണ അഹങ്കാരം വർദ്ധിക്കും. രജോഗുണ അഹങ്കാരം വർദ്ധിച്ചു കഴിയുമ്പോൾ അസ്ഥിയും പ്രാപ്തിയും ഭാര്യമാരായി വന്നു വന്നിരിക്കട്ടെ. എന്താണ് ഈ അസ്ഥിയും പ്രാപ്തിയും? നല്ല അസ്ഥിബലവും നല്ല കഴിവും. അപ്പോൾ ആരോഗ്യവും കഴിവും അഹങ്കാരവും ഒന്നിച്ചാൽ കംസനായി. ഇനി ശരീരാഭിമാനം എന്നൊരു കാര്യം കൂടെ അപ്പോൾ വരും. ശരീരാഭിമാനം, ഞാൻ വലിയ പുള്ളിയാണ്, എനിക്കെല്ലാം കഴിയും. അതാണ് ജരാസന്ധൻ. അവിടെ ശിശുപാലൻ്റെ കൂട്ട് കിട്ടും. ആരാ ശിശുപാലൻ? അർദ്ധം ധാര പുത്രം. അതായത് ധാരാളം ധനമുണ്ടാവുക, നല്ല ബന്ധുബലം ഉണ്ടാവുക, മക്കളൊക്കെ നല്ല നിലയിലെത്തുക. ഈ 3 കാര്യങ്ങളാണ് പുരാണത്തിലെ ജരാസന്ധനും കംസനും ശിശുപാലനും. രജോഗുണമെന്ന തെറ്റായ ഗുണം നമ്മളിലുണ്ടായാൽ, വർദ്ധിച്ചാൽ, നമുക്ക് നല്ല ശരീരബലം കൂടെ ഉണ്ടെങ്കിൽ, പണവും സ്വത്തും ബന്ധുബലവും ഉണ്ടെങ്കിൽ, പിന്നെ ദുഷ്ടനാവാനും അധർമ്മം ചെയ്യുവാനും യാതൊരു തടസ്സവുമില്ലെന്നാണ് ഇതിലൂടെ നമ്മളെ ബോധ്യപ്പെടുന്നത്. കംസനെ അറിഞ്ഞാലേ കൃഷ്ണഭഗവാനെ മനസ്സിലാവുകയുള്ളൂ. അത് ബഹുഭൂരിപക്ഷം പേരും, ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും തന്നെ ഭഗവത് ഭക്തരാകിയാൽ നമ്മളിലൊരിക്കലും കംസൻ ഉണ്ടാവാണ്ടിരിക്കാൻ, ജരാസന്ധൻ നമ്മുടെ ഉള്ളിലേക്ക് എത്തി നോക്കാതിരിക്കാൻ, ശിശുപാലൻ എന്ന ധനത്തിൻ്റെ അഹങ്കാരം ഉണ്ടാകാതിരിക്കാൻ ശ്രീ ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഭഗവാന് ഒരു പുഷ്പാഞ്ജലിയായി സമർപ്പിക്കുന്നു. നമ്മളിൽ ആരും കംസൻ്റെ സ്വഭാവം ഉള്ളവരായി തീരരുതേ. അഹങ്കാരം ഇല്ലാണ്ടാവാൻ ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. വസുദേവസുതം ദേവം
കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗൽഗുരും. എല്ലാവർക്കും നന്മ നേരുന്നു.